ഒരു 10 ആൾക്ക് അടിപൊളി കുട്ടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നോക്കാം. കറക്റ്റ് അളവും കണക്കും എല്ലാം പറഞ്ഞുതരട്ടോ. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഇന്ന് നെയ്യിലാട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. SRUവിൻ്റെ നെയ്യ് നല്ല പ്യുവർ കൗ ഗീയാണ്. അപ്പോൾ ബിരിയാണിക്ക് നല്ല ഫ്ലേവർ കിട്ടും ഈ ഒരു നെയ്യ് യൂസ് ചെയ്താൽ. അങ്ങനെ ആ നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 4-5 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കട്ടോ. അതിലേക്ക് പിന്നെ 1 കിലോക്ക് 400 ഗ്രാം അളവിലാണ് നമ്മൾ സവാള ചേർക്കുക. അപ്പോൾ 1.5 കിലോ കുട്ടനായിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ 600 ഗ്രാം സവാള കട്ട് ചെയ്ത് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നുകൊണ്ട് വാട്ടിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കട്ടോ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഇട്ടിട്ട് ഒന്നും കണ്ട് ഇളക്കി വല്ലാതെ നന്നായിട്ട് വാടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ കുട്ടൻ വെന്ത് വരുമ്പോഴത്തേന് എല്ലാം നല്ല വെന്തിട്ടുണ്ടാകും. എന്നിട്ട് അതിലേക്ക് നമ്മൾ സ്പെഷ്യൽ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുക. ഗരം മസാല 1 കിലോക്ക് 2 ടീസ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ 1.5 കിലോ ആണെങ്കിൽ നമ്മൾ ഗരം മസാല ആണെങ്കിൽ 3 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കണ്ട് ആ മസാലയുടെ പച്ചമണം മാറോളം ഒന്നും ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കുട്ടൻ്റെ ഇറച്ചി, കുട്ടൻ എന്ന് പറഞ്ഞാൽ ചെറിയ മൂരിയിട്ട്, അതാണ് കുട്ടൻ. അതിലേക്ക് ഒരു അല്പം തൈര് കൂടെ ഒഴിച്ച് കൊടുക്കുക. 1/2 കപ്പ് തൈര് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് എരിവിന് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് അവിടെ അടച്ച് വെക്കുക. ഇടക്കൊന്ന് തുറന്നിട്ട് ഇളക്കി നോക്കുക. ഇടക്കും തുറന്നിട്ട് ഇളക്കി നോക്കിയതിന് ശേഷം അത് പാകത്തിന് വെന്തതിൻ്റെ ശേഷം അവിടെ അതിലേക്ക് ആ മസാലയ്ക്ക് നമ്മൾ 1 പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞെടുത്താണ്ട് ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടെ ഇളക്കുക. എന്നിട്ട് അത് അവിടെ മാറ്റി വെക്കട്ടെ. എന്നിട്ട് പിന്നെ നമ്മൾ അരി എടുക്കുക. അരി വറ്റിച്ചെടുക്കുക നമ്മൾ ചെയ്യുന്നത്. ജോക്കറിൻ്റെ അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ്, ഏത് കപ്പിനാണോ നിങ്ങൾ അളക്കുന്നത് ആ 1 കപ്പിന് 1.25 കപ്പ് വെള്ളം വേണം കേട്ടോ. എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വീണ്ടും നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്ത്, ഈ SRUവിൻ്റെ നെയ്യ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് പട്ട, ഏലം, ഗ്രാമ്പു കൊണ്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം ഒരല്പം എടുത്ത് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ അരി അളന്ന അതേ കപ്പിന് നമ്മൾ ഈ കുറഞ്ഞ അളവിലുണ്ടാക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരമുറി ചെറുനാരങ്ങ കഴിക്കാൻ ഇട്ട് കൊടുക്കുക. ഒരല്പം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചത് ആ വെള്ളത്തിൽ ചേർത്ത് കൊടുത്തോളി. അടിപൊളി ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വാരാൻ വെച്ച വെള്ളമൊക്കെ വാർന്നു പോയ അരി ഇട്ട് കൊടുക്കുക. അരി ഒന്നും ഉടയാത്ത രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. വെള്ളം ഏകദേശം വറ്റി വരുമ്പോൾ ആ റൈസ് എടുത്ത് കണ്ട മസാലിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ആ മസാലിൻ്റെ മേലെ നമ്മൾ പൊരിച്ചെടുത്ത സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കൂടും കേട്ടോ ബിരിയാണിക്ക്. എന്നിട്ട് ഒരു ഒരു കട്ടിയുള്ള ഒരു ഇരുമ്പ് എന്തെങ്കിലും അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ മേലെ ഈ മസാലക്കൂട്ട് വെക്കണ്ട കേട്ടോ. അതിൻ്റെ മേലേക്ക് 1 ലെയർ ചോറിട്ടതിന് ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള പൊരിച്ചത്, മല്ലിയില, പുതിനയില എല്ലാം കൂടെ ഒന്ന് വാരി വെതിറിയിട്ട് അതിൻ്റെ മേലെ അടുത്ത ലെയർ ചോറും കൂടെ ഇടുക. എന്നിട്ട് അതിൻ്റെ മേലെ കൂടി വീണ്ടും ഒരല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 3/4 മണിക്കൂർ അവിടെ ഇരുന്നോട്ടെ. അതിൻ്റെ മേലെ നല്ലൊരു വെയിറ്റും കയറ്റി വെച്ചോളി. എന്നിട്ട് അവസാനമായിട്ട് അതുകൊണ്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴിക്കാനുള്ള പാകമായി. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഈ 10 ആൾക്ക് ഉണ്ടാക്കിയ ബിരിയാണി അത് കണ്ടെയ്നറാക്കിയിട്ട് ഒരു 10 ആൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ SRU കമ്പനിക്കാർ പറഞ്ഞായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത് നമ്മൾ ആളുകൾക്ക് വിതരണം ചെയ്തു.